ഹലോ ഡിയർ. അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് ഹാൻഡ് മാത്സ് എന്നുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പരിചയപ്പെടുന്നതിൻ്റെ മുന്നേ എന്താണ് ആൾജിബ്ര എന്ന് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അതായത് ഇംഗ്ലീഷ് ലെറ്റേഴ്സും നമ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് മാത്സിനെ ചുരുക്കി എഴുതുന്നതിനെയും സോൾവ് ചെയ്യുന്നതിനെയും ചെയ്യുന്ന ഒരു വലിയൊരു മാത്സിൻ്റെ ബ്രാഞ്ചാണ് ആൾജിബ്ര അല്ലേ. അവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് ലെറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ആപ്പിളിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ അല്ലേ. എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷൻ വരുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ വരുമെന്ന് അല്ലേ. അപ്പോൾ എന്ത് വരും, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, 2x എന്ന് കിട്ടും അല്ലേ മക്കൾസേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 2x എന്നുള്ളത് കിട്ടും. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വൈന് ആഡ് ചെയ്യുകയാണെങ്കിൽ 3y എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഒരു നമ്പറിനെയും ലെറ്ററിനെയും തമ്മിൽ ചേർത്ത് എഴുതുമ്പോൾ അവിടെ 3n എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മിസ്സിൻ്റെ മക്കൾ മനസ്സിലാക്കണം, അവിടെ സെൻറ്ററിലുള്ള സൈന് 3 × n ആണ്. അവിടെ ഒരു നമ്പറിനെയും ലെറ്ററിനെയും ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റു ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്പറിനെയും ലെറ്ററിനെയും എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് നമ്പറിനെയാണ്, രണ്ടാമത് എഴുതേണ്ടത് ലെറ്ററിനെയാണ്. ഓക്കെ മക്കൾസിന് ക്ലിയർ അല്ലേ. പിന്നെ ഒരിക്കലും നമുക്ക് എഴുതാൻ പറ്റില്ല എന്ത്, എക്സ് പ്ലസ് വൈനെ നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റില്ല. അതെപ്പോഴും നമ്മൾ എങ്ങനെ എഴുതുക, അത് എക്സ് പ്ലസ് വൈ എന്ന് തന്നെയാണ് എഴുതുക. ഓക്കെ, എപ്രകാരം ഒരു ആപ്പിളും ഒരു ഓറഞ്ചും ആഡ് ചെയ്യുന്നത് പോലെയാണത്. ഓക്കെ, സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്വൈസും ത്രൈസൊക്കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ക്ലിയർ അല്ലേ. അതുപോലെ രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേർത്ത് എഴുതാം കേട്ടോ. മക്കൾസ് രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ ചേർത്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ നടുവിലുള്ള സൈൻ എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അതുപോലെ ഏത് ലെറ്റർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഏത് ലെറ്റേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഡിവിഷൻ ആക്കി എഴുതുമ്പോൾ അതായത് m / 2 ആണെങ്കിൽ നമ്മൾ ഓൾവേസ് m/2 ഫ്രാക്ഷൻ്റെ ഫോമിലാണ് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി അല്ലേ. മക്കൾസിന് ഓർമ്മയില്ലേ, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ ആൾജിബ്രൻ്റെ ഭാഷയിലേക്ക് ആക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. 0 ആഡഡ് ടു എനി നമ്പർ ഗീവ്സ് ദ സെയിം നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ലെറ്റ് നമ്പർ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് n ബി ദ നമ്പർ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് n ബി ദ നമ്പർ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് അവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മക്കൾസ് എന്താണ്, n+0 വേൾഡിലുള്ള ഏത് നമ്പറിനോട് 0 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ആ സെയിം നമ്പർ എന്ന് കിട്ടൂലേ. അതുപോലെ വേൾഡിലുള്ള 0 സബ്സ്ട്രാക്റ്റഡ് ഫ്രം എനി നമ്പർ ഗീവ്സ് ദ സെയിം നമ്പർ, വേൾഡിലുള്ള ഏത് നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്ത് അതേ നമ്പറല്ലേ കിട്ടുക, അപ്പോൾ അതും എന്നെ കിട്ടുക. പിന്നെന്താണ്, ഒരു നമ്പർ അതേ നമ്പറിൽ നിന്ന് എനി നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ സെയിം നമ്പർ എന്ത് കിട്ടും, n - n ഈസ് ഈക്വൽ ടു എന്താണ്, ഒരേ നമ്പറിന് മൈനസ് ചെയ്താൽ നമുക്ക് 0 കിട്ടും അല്ലേ മക്കൾസേ. നമുക്കറിയാം 5 - 0 ഈസ് ഈക്വൽ ടു 5 ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, പിന്നെ എന്താണ്, എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 0 ഗീവ്സ് 0. ഒരുപാട് മക്കൾസ് ചോദിച്ചപ്പോൾ തെറ്റിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വേൾഡിലുള്ള ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും ഇൻറ്റു 0 ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അതുപോലെ എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റും, വേൾഡിലുള്ള എല്ലാ നമ്പറിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, n എടുത്തെങ്കിൽ n × 0 ഓൾവേസ് 0 ആയിരിക്കൂലേ. ഏത് നമ്പറിനോടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 0 കിട്ടും. പിന്നെ എന്താണ്, ട്വൈസ് എ നമ്പർ ആഡഡ് ടു ദ നമ്പർ മേക്ക് 3 ടൈംസ് എ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, എനി നമ്പർ ഡിവൈഡഡ് ബൈ ദ സെയിം നമ്പർ ഗീവ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് വേൾഡിലുള്ള ഏത് നമ്പറും അതേ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 അല്ലേ കിട്ടുക. അതിനെ നമ്മൾ ആൾജിബ്രൻ്റെ ഭാഷയിൽ എങ്ങനെ എഴുതുക, n/1 ഈസ് ഈക്വൽ ടു 1 അല്ലേ. ക്ലിയർ അല്ലേ മക്കൾസേ. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് എന്താണ്, ട്വൈസ് എ നമ്പർ ആഡഡ് ടു ദ നമ്പർ, അതായത് ഒരു നമ്പറിൻ്റെ 2 ടൈംസ് എന്ന് പറയുമ്പോൾ എന്താ, 2 × ആ നമ്പർ അല്ലേ.
2 ഇൻറ്റു ആ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് 2n അല്ലേ? അപ്പോൾ 2nനെ നമ്മൾ എന്ത് ചെയ്യാണ്? 2nനെ നമ്മൾ എന്ത് ചെയ്യാണ്? 2nൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? അതേ സെയിം നമ്പർ ആരാ? n അല്ലേ? അപ്പോൾ 2nൻ്റെ കൂടെ ഒരു n കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 2 ആപ്പിളിൻ്റെ കൂടെ ഒരു ആപ്പിൾ കൂട്ടുന്നത് പോലെ നമുക്ക് എന്ത് കിട്ടും? 3n കിട്ടും അല്ലേ? അടുത്തത് എന്താണ്? ട്വൈസ് എ നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ ത്രൈസ് എ നമ്പർ. 2 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് സബ്സ്ട്രാക്ട് ചെയ്യണം. ഒരു നമ്പറിൻ്റെ 2 ടൈംസ് എന്ത് ചെയ്യാണ്? അതിൻ്റെ ഫ്രം ഇതിൽ നിന്ന് ത്രൈസ് ദ നമ്പർ അല്ലേ? ഒരു നമ്പറിൻ്റെ 3 മടങ്ങിൽ നിന്ന് മൈനസ് ചെയ്യണം. 3 മടങ്ങ് പറയുമ്പോൾ എന്താ വരിക? 3n മൈനസ് 2n. അപ്പോൾ എന്ത് കിട്ടും നമുക്കവിടെ? 3n നിന്ന് 2n പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു n മാത്രമല്ലല്ലോ അല്ലേ? അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയില്ലേ? പിന്നെന്താണ് അടുത്തത്? എ നമ്പർ ആഡഡ് ടു എ നമ്പർ ആൻഡ് ദെൻ ആഡഡ് നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഗിവ്സ് ദ ഒറിജിനൽ നമ്പർ. അതായത് ഒരു നമ്പറിൽ കൂടെ വേറൊരു നമ്പർ ആഡ് ചെയ്യും. അതിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ അതേ നമ്പർ മൈനസ് ചെയ്താൽ ഒന്ന് ആഡ് ചെയ്യുകയും ചെയ്തു, ഒന്ന് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ സെയിം ആയിട്ട് ആ നമ്പർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ. അതുപോലെ മിസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ മിസ്സിൻ്റെ മക്കൾക്ക്? എന്താണ് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ ഈ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളതാണ്. എന്താണ്? 4 ടൈംസ് എ നമ്പർ ഈസ് ആഡഡ് ടു 3 ടൈംസ് എ നമ്പർ അല്ലേ? 4 ടൈംസ് എ നമ്പർ ഈസ് ആഡഡ് ടു 3 ടൈംസ് എ നമ്പർ. അതായത് എന്താണ്? ഒരു നമ്പറിൻ്റെ 4 ടൈംസ് പറഞ്ഞാൽ എന്താ മക്കൾസേ? 4 ടൈംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4 ഇൻറ്റു ആ നമ്പറിൽ. അപ്പോൾ 4n അല്ലേ? പ്ലസ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ എക്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്ത് വരും? 4x അല്ലേ? അതിനോട് 4x ആഡഡ് പ്ലസ് 3 ടൈംസ്. ഒരിക്കലും 3 അല്ല ആഡ് ചെയ്യേണ്ടത്, 3 ടൈംസ് ആണ്. 3 എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മളോട് വേണ്ടത് 3 ടൈംസ് എ നമ്പർ എന്നാണ്. 4 ടൈംസ് എ നമ്പർ ആഡഡ് ടു 3 ടൈംസ് എ നമ്പർ. ആ നമ്പറിന് തന്നെ 3 ടൈംസിനോട് ആഡ് ചെയ്യാൻ. അപ്പോൾ എന്ത് കിട്ടും? 3x. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ് അതിൻ്റെ ശരിക്കും ഇതിൻ്റെ ആൻസർ വരും 7x എന്ന് വരില്ല മക്കൾസേ? 4 ആപ്പിളും 3 ആപ്പിളും ആഡ് ചെയ്യുന്നത് പോലെ അല്ലേ? ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഒരു ആൾജിബ്രിക് ഒരു എക്സ്പ്രഷൻ തന്നിട്ട്, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് മാറ്റാനും അതുപോലെ ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റാനും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരും.